ഹായ് ഹായ് അമ്മ. ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വിശേഷത്തേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നോമ്പ് കഴിഞ്ഞവരെ നമ്മൾ ഓരോരോ സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് കരുതി. അതെ, നോമ്പിന് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അന്ന് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയേ. കഴിഞ്ഞ നോമ്പിന് ഉണ്ടാക്കിയതായിരുന്നു, പക്ഷെ അന്ന് നമ്മൾ ഉണ്ടാക്കിയ പാളി പോയി. അന്ന് ഉണ്ടാക്കിയ കൊളായി കൊളായെന്ന് വെച്ചാല് കുറച്ച് കട്ടായി പോയി, എന്നാലും തിന്നാൻ രസമുണ്ടായിരുന്നു. ആ സംഭവത്തിന് ഇത്ര മതി, പക്ഷെ അന്ന് ആ അത്ര ഉള്ളത് 2 ഇത്രയായി. അതുകൊണ്ട് അത് ഇങ്ങനെ കോരി തിന്നാൻ അപ്പൊ നല്ല രസാണ് സംഭവം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എല്ലാ നാട്ടിലും ഉണ്ടോ? അല്ലേ നമ്മളെല്ലേ കാര്യം പറഞ്ഞ എന്താ കാര്യം എന്താ പറഞ്ഞ നമ്മള് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്, പിന്നെ ചിക്കന്റെ വേറെ എന്താ പറയുക ചെറിയൊരു. ഈ തരിക്കഞ്ഞി എല്ലായിടത്തേക്കും ഉണ്ടോ അറിയില്ല അല്ലേ. നമ്മളെ മലപ്പുറത്ത് ഇത് നിർബന്ധമാണ്. ഈ പറഞ്ഞ പത്തിരിയും കോഴിക്കറിയും പറഞ്ഞ പോലെ ഈ തരിക്കഞ്ഞി എന്നും തരിക്കഞ്ഞി. ചില സ്ഥലത്ത് ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല. സേമിയ റവ കൂട്ടിയിട്ടാണ് തരിക്കഞ്ഞി ഉണ്ടാക്കുക. ഇനിയിപ്പോ നമ്മള് സേമിയ നമ്മുടെ അടുത്ത് ഇല്ലാത്ത കാരണം നമ്മള് റവ മാത്രം കൂട്ടിയിട്ട് തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ്. എന്നാലും നല്ല രസമാണ് കേട്ടോ. കുറേ കുടിച്ചിട്ടുണ്ട് ആദ്യം. ഇപ്പോൾ പിന്നെ പറഞ്ഞില്ലേ, നോമ്പാകുമ്പോഴേ ഇത് സാധനം പുറത്തിറങ്ങുള്ളൂ. അതുവരെ ആരും വെറുതെ ഒന്നും ഉണ്ടാക്കൊന്നുമില്ല. ഞങ്ങളും ഉണ്ടാക്കിയിട്ട് ആ കൂട്ടത്തിൽ നിന്ന്. അപ്പോൾ വൈകുന്നേരം നമുക്കും കുടിക്കാം. നോമ്പ് തുറക്കണ സമയത്ത് ഒന്നാമത് ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്കിത് കുടിക്കാം. വെള്ളമായിട്ട് കുടിക്കാൻ നല്ല കാര്യമാണ്. അപ്പോൾ അപ്പൂസ് കടയ്ക്ക് പോയതാട്ടോ. അപ്പോൾ ഇതിക്ക് വേണേൽ ചെറിയ ഉള്ളി തികയിലായിരുന്നു. അപ്പോൾ ഉള്ളിക്ക് ഇട്ടപ്പോൾ വെളുത്തുള്ളിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ മാറ്റം വീണ്ടും പറഞ്ഞയച്ചിട്ടുണ്ട്, വെളുത്തുള്ളി മാറ്റിയിട്ട് വാന്ന് പറഞ്ഞു. ചിക്കൻ കൊണ്ടെന്താ നമ്മൾ ഉണ്ടാക്കണേ? നോമ്പിന് ഓരോ വെറൈറ്റി നമ്മൾ സ്പെഷ്യല് എല്ലാരും ചെയ്യണ പോലെ നമ്മളതേമാതിരി ചെയ്യാം. ഞങ്ങൾ തേങ്ങ നോമ്പില്ലെങ്കിലും നോൽക്കുന്നുണ്ട്. ഇന്നലെ കമന്റ് ചോദിച്ചത് ചേച്ചി നോമ്പ് വെക്കാറുണ്ടോ എന്നിട്ടോ. അല്ല കേട്ടോ, ഞാൻ നോൽക്കലില്ല. ഒന്നാമത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഉണ്ട്. അപ്പൊ ഒന്നാമത് എന്താ വെച്ചാൽ ഇപ്പൊ മരുന്നൊടിയിലാണ്. ഇപ്പൊ മരുന്നുണ്ടേ, അപ്പൊ എപ്പോഴും വെള്ളം കുടിക്കണോ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എന്തുള്ളി നോക്കട്ടെ, എന്തൊക്കെയത് കൊണ്ടുവരണേ. ഞാൻ വിചാരിച്ചത് വലുതാണെന്ന്. ചെറുതന്നെയാണ് കേട്ടോ, ചെറിയ ഉള്ളി. പരീക്ഷക്ക് എന്താ പറയുക? പരീക്ഷ സാറല്ലേ പഠിക്കില്ലേ? അപ്പൂസിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ എല്ലാവർക്കും ഒഴിവുള്ളൂ കേട്ടോ. അപ്പൂസ് പഠിക്കണില്ലേ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്, പഠിക്കട്ടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ 10 മിനിറ്റ് പോരെ. ആ സമയത്ത് നമ്മൾ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കണം ഇനി കേട്ടോ. പഠിപ്പുണ്ട്. ചെറിയൊരു പരിപാടി തുടങ്ങിട്ടോ. എന്താ ഞാൻ കാണിച്ചത്. അപ്പോ ഇത് തുടങ്ങിയ കൊടുത്ത കാട്ടി കൊടുക്കുന്നല്ലേ പഠിച്ച്. എവിടെ എവിടെ ഓലക്കൊടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. എവിടെ അപ്പോസെ ഒരു 2 പരലുണ്ട്, അതിനാണ് ഇതൊക്കെ പാടെ കൊണ്ടുവച്ചേച്ച്. എവിടെ സാധനം എവിടെ? ഇപ്പൊ മീൻ വളർത്തുമ്പോൾ നമ്മള് ഈ എന്താ പറയാ ശരിയാ, ഇതിന്റെ പേരെന്താ പറയാ, വാഴേന്റെ ഉണങ്ങിയാല അല്ലെങ്കിൽ ബദാമിന്റെ ഉണങ്ങിയാല ഇട്ട് കൊടുക്കണം. എന്നാ ഐറ്റം നമ്മള് ഇത് വാങ്ങിണ്ട് ഇതാക്കുന്നുണ്ട്. നമ്മള് മീന് മുയ്യിന്റെ കുട്ടികളാട്ടോ. മുയ്യിൻ്റെ കുട്ടികളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 4 മേടിച്ചിട്ടുണ്ട്. പിന്നെ വലുതായിട്ട് നമ്മൾ കാണിച്ചല്ലോ കേട്ടോ. തീറ്റ കൊടുത്തിട്ട് ഇപ്പോൾ പാർട്സ് ഒന്നും കൊടുക്കാനായിട്ടില്ല. അപ്പോൾ സാധാ തീറ്റ കൊടുക്കണം. ഉണങ്ങിയ വാഴയില ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം വെള്ളത്തിൽ. അപ്പോൾ മീനുകൾക്ക് ഐസ് കൂടും കേട്ടോ. അത് നമ്മളോട് യൂസഫ് നീലഗിരിൻ്റെ മോന് ഇപ്പോൾ മീനിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവൻ ഓൺലൈനൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു തന്ന ഐഡിയാണ്. പിന്നെ നമ്മളോട് കുറെ മറന്നു പോയതായിരുന്നു. ഞങ്ങൾക്ക് മുന്നേ കുറേ മീനുകൾ വളർത്തുന്ന ഉണ്ടായിരുന്നല്ലോ. അന്ന് ആ കൊരയത്തെ ആള് പറഞ്ഞു തന്നിരുന്നു, നിങ്ങള് കുപ്പിയിലൊക്കെ ഇട്ടേക്കുമ്പോൾ ആ കുപ്പിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ 2 തരി കല്ലുപ്പ ഇട്ട് കൊടുക്കണേന്ന് പറഞ്ഞിരുന്നു. പിന്നെ മറന്നു. അങ്ങനെ മീനും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മീൻ വളർത്തൽ വീണ്ടും പുരോഗമിച്ചു. അപ്പൊ അമ്മളെ നോമ്പ് സ്പെഷ്യൽ പറഞ്ഞു ഇപ്പൊക്കെണ്ടോ. ഒന്നാമത് ഞാൻ ഈ ബ്ലോഗിൽ ഇങ്ങനെ വരാത്തോണ്ട് എനിക്ക് ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കാൻ കഴിയണില്ല. മുമ്പിൽ വരുന്നില്ലെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോ നാള് അല്ലേ സന്തോഷനെ കണ്ടപ്പോ പെട്ടെന്ന് അറിഞ്ഞു. അത് ഇതിലും അല്ലാണ്ടല്ലോ, ഞാൻ മറ്റേലുണ്ടാവും സന്തോഷം. ഷോർട്ട് ഫിലിം കണ്ടിട്ടാവും അറിഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ ബ്ലോഗിൽ വല്ലപ്പോഴും അല്ലേ തല കാട്ടുള്ളൂ.
അമ്മ പറഞ്ഞോടിക്ക് എന്തൊക്കെയാന്ന്. നോമ്പിന് അത് മുകളിൽ ഞാൻ സീറ്റിട്ട. അതേ നോമ്പിന് നമ്മൾ പല തരമായിട്ട് ഉണ്ടാക്കും. പൊരിണ്ടാക്കും, ഈത്തപ്പഴം പൊരി. അതൊക്കെ പറയാം, സർപ്രൈസ് ആണ്, സസ്പെൻഡ് ആണ്. അതൊക്കെ നമ്മൾ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കണം പറഞ്ഞിട്ട്? ഇന്ന് നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? അതാ ഇന്നെന്താ തരിക്കഞ്ഞല്ലേ. പിന്നെന്താ വേറെന്താ? ചിക്കൻ്റെ എന്താണ്? ചിക്കൻ്റെ എന്താണ്? നിങ്ങള് തേങ്ങാച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല തേങ്ങാച്ചോറ്. അതിന് മുന്നേ സാദാ ചോറിനെ ഉണ്ടാക്കി. അപ്പൊ ഇന്ന് തേങ്ങാച്ചോറിന് മാറി. നാളെ ഉണ്ടാക്കാൻ തേങ്ങാച്ചോറ്. ചിക്കനോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താ പൂയരെടുക്കേ? എടുക്കുക. അപ്പൊ നമ്മൾ ഓരോ സ്പെഷ്യൽ ഇനി ഒരു മാസം അങ്ങനെ കാണട്ടെ. നമുക്ക് ഉണ്ടാക്കണമെന്ന് റെഡി ആയിട്ടില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എന്നും ഷിജീനെ ഇങ്ങനെ ഒറ്റയ്ക്ക് കാണിച്ചപ്പോൾ ആൾക്കാർ ഫുള്ള് കമന്റ് ഒന്നാരും കാണിക്കില്ല. അപ്പൊ എല്ലാരെയും കാണിക്കാന്ന് കരുതിയിട്ട് പിന്നെ നമുക്ക് ഒരു കാര്യം കാണിച്ചു തരേണ്ടത്. എന്താ നമ്മളെ പേരക്ക എടാ ഷിജി പേരക്കട അത് എല്ലാതും കായ്ച്ചത് കാണിച്ചു തരുന്നുണ്ട്. പേരക്ക കായ്ച്ചത് നമ്മള് കണ്ടില്ല, ഇന്നലെ കണ്ടത്. അത് സന്തോഷം തന്നെ കണ്ടത്. എന്താ അത് ഞാൻ വെറുതെ നോക്കിയാൽ മതി, എല്ലാം എഴുതി. ആ നമ്മളെ പേരക്ക കായ്ച്ചിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഉണ്ടാവുണ്ടോ? പിന്നെ നിറയെ പൊട്ടിട്ടിട്ടുണ്ട്, പൂത്തിട്ടുണ്ട്. അപ്പൊ പിന്നെന്താ വെച്ചാല് നമ്മള് ഇത് തന്നില്ല, ഒരാള് നമുക്ക് ഒരു 100 തൈ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ. പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മള് വീടിന്റെ അടുത്തുള്ള ആൾക്കാർക്കും ഒക്കെ ഓരോ 4 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് കൊടുത്തേല് നമ്മളെ ഒരാൾക്ക് കൊടുത്ത ആള് പറിച്ച് തിന്നു. നല്ല മധുരം ഉണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവര് കേക്കട്ടെ. അപ്പൊ ഓര് എന്നോട് പോകുമ്പോഴൊക്കെ ചോദിച്ചു, അല്ല ഇങ്ങക്ക് ഉണ്ടായില്ല ചോദിക്കലുണ്ട്. പക്ഷെ ഇത് ഉണ്ടായത് ആളോട് നേരിട്ട് പറയാൻ പറ്റിയിട്ടില്ല. നടന്നമാര് പൂവുണ്ട് നമ്മളെ കറുവത്തി നമുക്ക് ആകെ പറ്റിച്ച്. അപ്പൊ പുറത്തു കൂടുതൽ വിശേഷമൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ആ നോമ്പിന്റെ സ്പെഷ്യല് കിട്ടിയോ? പിന്നെ മീനൊക്കെ ഉണ്ടല്ലേ, മീൻ കുളമൊക്കെ നമുക്ക് ഉണ്ട്. വേറെ ആമ്പല് വിരിയുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ വെറൈറ്റി പാട്ടല്. ഇതൊന്ന് റെഡിയാക്കണം. ഇതൊക്കെ വലുതായാലും നമുക്ക് ഇതിനെ കാണാൻ രസം ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഇപ്പൊ ആർക്കും എന്താ മനസ്സിലാവില്ല. ഈ ഇല ഇപ്പൊ മനസ്സിലാവട്ടോ വഴിയെ എന്താ സംഭവം. അത് ഇനി വാസനോട് നമ്മൾ പോകുമ്പോ കാണിച്ചിട്ടുണ്ടോ, നല്ല രസമാണ്. പേര് നമുക്കറിയാം. ഇത് ഇല നമ്മൾ കുത്തിയിട്ടുള്ളത് കേട്ടോ, തണ്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാ ഒരു പേരക്കൻ്റെ ഇല പിടിച്ച് മണ്ണിൽ കുത്തി അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു ഇല കുത്തിയത്. പക്ഷെ ആ ഇല എങ്ങനെ വന്നത് എന്ന് അതിപ്പോ നമുക്ക് ഉണ്ടായിട്ടൊക്കെ വേണ്ടേ. അപ്പൊ അതിന്റെ ഒറിജിനൽ രൂപം നമ്മള് വാസനോടെ ചെല്ലുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഇതിന്റെ പേരെന്നറിയില്ല. നമ്മള് വലിയ ചെടിയൊന്നും നമ്മൾ മേടിച്ച് വീട്ടിൽ വളർത്തില്ല. പോപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. പിന്നെ വില ഫുള്ള് ഉണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല എന്താ. നമുക്ക് ഓരോരുത്തർ തരുന്നല്ലേ. ഇപ്പൊ ഇത് ഫുള്ള് മനസ്സിലായി. നല്ല റേറ്റുള്ള സാധനങ്ങളാ തന്നു. എന്താണ് ഇന്ന് ഇത് കൂടെ അടക്ക? അല്ല, ഈ നമ്മളൊരു സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ വക്കൊക്കെ ഒന്ന് പാളിപ്പോയി എന്ന് പറയാം. പക്ഷെ എന്നാലും വേണ്ട, ഇതിന്റെ ബാക്കൊക്കെ അല്ല അടിപൊളി. പക്ഷെ ഞാൻ എന്റെ കൈ ഇങ്ങനെ കഴിട്ടാ കണ്ടില്ല, എന്റെ കൈയിന്റെ പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ തന്നെ ഫുള്ള് ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ, സിമെന്റും. അപ്പൂസ് എത്ര ബുദ്ധിമാന്റെ കയ്യൊക്കെ അപ്പൂസ് എന്നാ ഉണ്ടായിട്ട് സിമെന്റും വെള്ളവും ആക്കി തന്നു. പിന്നെ ചട്ടിയിൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പതിച്ച് വെച്ചു. വേറെ ചട്ടി എടുത്തിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് 2 ദിവസം വെള്ളത്തിൽ വെച്ചു. അങ്ങനെയൊക്കെയാണ് റെഡി ആവാണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുക്കളയ്ക്ക് നീങ്ങ പിന്നെ പറയാം. അപ്പൊ ഇനി പറയാം. അപ്പൊ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ സിമ്പിൾ ആണെന്ന് പറയാൻ കേട്ടോ. കുറച്ച് സിമെന്റും മണലും ഉണ്ടായാൽ മതി. കൊറേ ചട്ടികൾ ഉണ്ടാക്കാം. നമ്മളെ അത്താഴത്തിനുള്ളൊന്നും ആവൂലേ? പിറ്റേന്ന് ഉണ്ട് വ്ളോഗ്. സ്റ്റോർ റൂമൊക്കെ ഇപ്പൊ എല്ലാതുണ്ടല്ലോ, വലിയ പരിപാടിയാണല്ലോ. തലേന്റെ മുകളിൽ തൂക്കണമെങ്കിൽ ഇതൊക്കെ പഴുക്കുന്നുണ്ട് കേട്ടോ. ചൂടോട് പഴുത്തിട്ട് എല്ലാരും കാണിച്ചു തരാൻ കഴിയില്ലല്ലോ. മൂത്തിട്ട് പഴുത്തല്ലത്, ചൂടുണ്ടോ. ചൂടോടെ എഴുതാം. നമ്മളൊരു പെൺകുട്ടി ഉണ്ട് എന്നിട്ട് അവിടെ ഉറങ്ങാണ്. മക്കളെ എവിടത്തല്ലോളെ കുഞ്ഞേ നല്ല ഉറക്കാണ് കേട്ടോ. എന്താ പണിയുടെ എന്താ പണി? പൂയരണ്ട് കൊടുക്കാനാ? എടാ ഞാനവിടെ വളമിട്ടാണ് അതിന്. എടാ ഞാൻ വളമിട്ടാണ് അതിന്. എടാ അതിലാക്കല്ല പൂസ്, അതിന് നിർത്തോ. നോക്കി എടാ അതൊക്കെ ഞാൻ വളമിട്ടാണ്. ഇതൊക്കെ ഇട്ടിട്ടോ. ഓനാതൊക്കെ ഓളാക്കോൺ ചെയ്തത്. ഓനാ കോളാക്കും. അത്
ഓനൊരു ഇരട്ടിയാ മതി ഓന്റെ മീന്. അത് ഞാന് നടിക്കാം. അത് തിന്നണ്ടേ പായസത്തിക്കാണ്. വേണോ? പായസം ഉണ്ടാക്കണ്ടോ ഇവിടെ? തരിക്കഞ്ഞി. തരിക്കഞ്ഞിയാണ് പായസമാണ് കേട്ടോ. അതിക്കുള്ള സാധനത്തുണ്ടെന്നതാ. അമ്മയ്ക്ക് ഇന്ന് ഫുള്ള് പണിയിട്ടിയാലോ? കഴിഞ്ഞോ? ഉള്ളി എന്നാക്കല് പണിയിട്ട്. അത് ചെറിയ ചെറിയ ഉള്ളി കൊടുത്തത് നന്നാക്കാന്. ചാടത്തെ ചാടൂ ചാടൂ. കുമ്പത്തിൽ മഴ കുമ്പേല് മുളയ്ക്കും. കുമ്പത്തിൽ നെയ്യനൊക്കെ 200 റുപ്യ 1/2 ലിറ്ററിന് ഒരു ഓഫറാണ് ഓരോ സ്ഥലത്ത്. കുറെ വാങ്ങിയിട്ടുണ്ട്. നെയ്ച്ചോറുണ്ടാക്കാനും ഇങ്ങനെ കുപ്പി വാങ്ങിച്ചാൽ കുറെ കാലത്തേക്കായിട്ട്. നമ്മളെ ചെടിക്കുള്ള നിലക്കാണ്ടത് ഒരു ദിവസം ഞാൻ നിറച്ചിട്ടുണ്ട്. ഉഷാറായിട്ട് കേട്ടോ. ഇതൊക്കെ നിലത്തിട്ടാല് ആ പുല്ല് മാരി കിടക്കുന്ന സാധനം നല്ല രസമാണ് കാണാൻ. പ്ലേറ്റ് ഒക്കെ അതേപോലെ തന്നെയാണല്ലോ ഷിജെ? പാത്രം പച്ച കൊറേ സ്ഥലത്തേക്ക് മഴ ചെയ്തിട്ടുണ്ട്. നമുക്ക് മാത്രം മഴ ഇട്ടാത്ത. ഏത് കെപ്പിന്റെ അടച്ചേക്കിട്ട മറക്കല്ലേ. ആദ്യം നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനേ ഈ അണ്ടി മുന്തിരി ഉണ്ടല്ലോ അതൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മുന്തിരി മൂപ്പിച്ചു. അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കണം. അപ്പൂസിനെന്നോ നല്ല പണി. ഈ നെയ്യിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള റവ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കുറച്ച് മതി. അല്ല ഇത് മതിയാവൂലേ? ഏത് നോമ്പിന്റെ ഈ തറപ്പിക്കലൊക്കെ ഉണ്ടോ? അപ്പത് ഈ പ്രാവശ്യം തറപ്പിക്കലൊക്കെയല്ലോ. രണ്ടാളോടെ ഉണ്ടാവും. ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ പരിപാടി ഉണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ സമൂഹത്തോർവ് ഞാൻ ആ ടൈമിന് മറന്നുപോയി. അല്ലെങ്കിൽ വീട് ഒക്കെ എല്ലാരെയും കാണിച്ചു തരുന്നു. സമൂഹത്തോർവില്ലേ എല്ലാ വർഷവും ഉണ്ടാവണം കേട്ടോ. കളറ് മാറും. നമ്മളെ പെയിന്റ് ഇതായതുകൊണ്ട് ഇത് 50 ചേച്ചി. പിന്നെ ഇത് ഗ്രാനൈറ്റ് ആയതുകൊണ്ട് പ്രശ്നമല്ലേ. മറ്റേ ആദ്യത്തെ ഷോക്കേസൊക്കെ ആ കേടുന്നുണ്ട്. ഇതിന് പ്രശ്നമല്ല. ചെളിയായ അറിയില്ല. അപ്പൊ പാലൊഴിച്ചു കൊടുത്തോട്ടോ റവയ്ക്ക്. ഇനി നോക്കാം കേട്ടോ. കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. റവ വേകുമ്പോൾ ചിലപ്പോ ഇപ്പൊ നമ്മൾ ഇതിക്ക് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല. അതാ ഉറുമ്പൊന്നല്ല ഇവിടെ വെച്ചിട്ട് ഉറുമ്പ് വരുന്നു. പുറത്താണ് കേട്ടുള്ളത്. ഉള്ളിൽ നിന്ന് പോരൊക്കെ ഇതെന്താ ചക്കക്കുരോ? ചക്കക്കുരു ഇല്ലാത്ത പരിപാടി ഇല്ല കേട്ടോ. പിന്നെ ചെറിയ മാങ്ങ ഉണ്ടെന്നില്ലേ. ചൂടുള്ള കാര്യം വന്നു വെച്ചാൽ സ്റ്റോക്കാട്ടെ എപ്പോഴും ചൂടുള്ളൊക്കെ ചിക്കൻ കേടുന്നുണ്ട് ഇവിടെയൊക്കെ. പുഴുവന്നോ? പുഴുവണോക്കെ ഞാൻ ഇന്നലെ വണ്ടി കേടുന്നില്ലേ? അപ്പോൾ അവിടെ നിർത്തിയിട്ടപ്പോൾ അവിടെ നല്ല എൻ്റെ അടക്കപ്പായ്മ കിട്ടി. ഞാൻ തിന്നു. ഏലക്കേൻ്റെ കുഴിയെ ഇത് വല്ലാതെ ഇഷ്ടമല്ല. അപ്പോൾ നിൽക്കുന്നു കടിക്കാതെ കിടന്നോട്ടെ കേട്ടോ. ശരിക്കും അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. എന്നാൽ പിന്നെ അതിൻ്റെ കൂടി കൊടുത്ത് കടിക്കുമ്പോഴാണ് രുചി മാറുന്നത്. നമ്മൾ പുറത്തേക്ക് ഇവിടെ കുറേ വീഡിയോ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2 നമ്മൾ ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തേക്കൊന്നും പോകുമ്പോൾ നമ്മൾ കുറേ സ്ഥലത്തേക്ക് ഇടയ്ക്കൊക്കെ പോകലുണ്ട്. പുറത്തേക്കും അങ്ങാടിക്കും ഇവിടേക്കൊക്കെ. അപ്പോൾ നമുക്ക് ലെങ്ത് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പോൾ അതൊക്കെ ഷോർട്ടാക്കി പകർത്തിയിട്ടുണ്ട്. അതെ അത് ഉടനെ വരും കേട്ടോ. ഇപ്പം നമുക്ക് വേറെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ വിഭവങ്ങളൊക്കെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിക്കണ്ടേ. ഇതെന്താ? അത് എന്ത് കളറാണത്? എന്ത് കളറാ പറയാ? എന്തായാലും ആ കാബേജാണിത്. അതിൻ്റെ ഉപ്പേരിയ. ഞാനത് താളിക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്തിട്ടില്ലെങ്കിൽ അടുപ്പത്തുനിന്ന് ഒഴിവാക്കുമ്പോൾ മാറ്റി വയ്ക്കണ്ടേ. പറയാം നമ്മളൊക്കെ ഇത് നമുക്കൊക്കെ കുഞ്ഞുകാലത്തിൽ നിന്ന് എടുക്കാണ്ടാവും. കുറെ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ബാക്കിയാവും വിചാരിച്ചിട്ടാണ്.
കുറച്ച് നെയ്യിൽ തന്നെ കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത് തിളച്ച് റെഡിയായി. മധുരമൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് പാകാക്കിയതാണ് കേട്ടോ. നമുക്ക് ഇത് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അത്ര പണുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു തരി ഉപ്പും കൂടി ഇതിന്റെ മധുരമൊക്കെ പാകാക്കാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കാം. എന്നാലും ചെയ്യുന്നത് ചിലപ്പോൾ കമന്റിൽ വരും ഉപ്പ് ഇട്ടിട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ അതാ കാണിക്കുന്നത്. ഇട്ടിട്ടുണ്ട്. പറഞ്ഞല്ലേ അവിടെ ഇങ്ങനത്തെ ഇല്ലാന്ന്. അതാണ് ചില ശ്രദ്ധിക്കൊന്നും ഇല്ല. അതാണ് സേമിയ ഇട്ട് കൊടുക്കട്ടോ. അപ്പോഴാണ് കാണാനൊരു രസം ഉണ്ടാവും, തിന്നാനും രസം ഉണ്ടാവും. സേമിയ നമ്മൾക്ക് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. തിളച്ച് മറിഞ്ഞ് റെഡിയായി. ഞാൻ ഓഫാക്കാൻ പോവാണ്. താളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചുള്ള ഉണ്ടെങ്കിൽ കുറച്ച് വെക്കുകയാണ് കേട്ടോ. കുറച്ച് വെച്ചതില്ലമ്മ. അത് മറ്റേ തന്നെ കുറേ ഉള്ളി ആവുമ്പോൾ ഇതാണ് നോമ്പ് സ്പെഷ്യല്. ഇപ്പൊ പാകായിട്ടോ. ഇത്ര മതിയേ. ഇനി ഇത് ഇടുത്തൊക്കെ വെച്ചാൽ ചിലപ്പോ ഒന്നും കൂടി ഉറക്കുണ്ടാവും. പക്ഷെ നമ്മളിതൊന്ന് ഇളം ചൂടാക്കും. ഇത്ര ചൂട് കുടിച്ചാൽ ശരിയാവില്ല, ചൂട് കൊള്ളും. ഒന്ന് ഇളം ചൂടാക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ കുടിക്കാം. ചൂടോടെ തന്നെ കുടിക്കാൻ പോകണം. ഞാൻ എന്താ പറഞ്ഞതല്ലേ, നമ്മൾ കുടിക്കാന്നാ പറഞ്ഞേ. അപ്പോഴേക്കും തളക്കൂലേ. തണുത്തോട്ടെ. അല്ല അപ്പൊ ആ ടൈമിലെ രസായി. അല്ല എന്താ ഇപ്പൊ തന്നെ കുടിച്ച എന്താ രസം? സംഭവം എന്താന്നറിയോ, കാണുമ്പോ കാണുന്ന സംഭവം എന്തായാലും ഇപ്പൊ തന്നെ കുടിച്ചാൽ അതുകൊണ്ടല്ല ഇപ്പൊ കുടിച്ചാൽ നമുക്കൊരു രസം കിട്ടുമല്ലോ. ആ ടൈമിലാവുമ്പോ നമുക്കൊരു രസമാണ്. വേണ്ടിട്ടേ സംഭവത്തിന്റെ ടേസ്റ്റ് നമ്മൾ കുടിക്കുമ്പോഴല്ലേ മനസ്സിലുള്ള അറിയാത്തവർക്ക് കിട്ടോ. ഇത് രാഗൊക്കെ വീട്ടിലുണ്ടാവുമ്പോ ഉപ്പുമാവൊന്നും ചിലപ്പോ ഇഷ്ടപ്പെടില്ലല്ലോ ആർക്കും. അപ്പൊ കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കാട്ടിയൊക്കെ കുട്ടിയൊക്കെ കൊടുക്കുമ്പോ മധുരൊക്കെ ആകുമ്പോഴേ കുടിച്ചോളും. രസമല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഉണ്ടാക്കാത്തവര്. അപ്പൊ ഞങ്ങളൊന്ന് കുടിച്ചോട്ടെ, ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. തണുത്താല് എന്താ പറഞ്ഞ തണുത്ത ആരും കുടിക്കൂല. അതിന് കട്ടായി പോയാൽ നമുക്ക് മുന്നത്തെ ഒരു പരിചയമുള്ളതുകൊണ്ട് ഇനി ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അപ്പൊ കുടിക്കുന്നതാണ് കേട്ടോ. കുടിക്കാനാണ് തീരുമാനിച്ചു. ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കിയാവാം. പകത്ത മധുരം, പകത്ത ഉപ്പ്, ഉപ്പ് നല്ല തരിട്ടുള്ളൂ. അപ്പൊ ഇന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കിയാലൊക്കെ കമന്റ് ചെയ്യും അല്ലെ. എവിടൊക്കെ ഉണ്ട് അതൊക്കെ അറിയണ്ടേ. എവിടൊക്കെ ഉണ്ടാക്കണ്ടെന്ന് പറയണ്ടേ. പിന്നെ എവിടൊക്കെ സ്ഥലത്താണ് അല്ലെ. നമുക്കറിയാം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ എവിടൊക്കെ ഉള്ളതൊക്കെ അറിയാം. അപ്പൊ നാളെ കാണാം. വേറെ എന്തെങ്കിലും ഒരു പുതിയൊരു നാളെ കാണാം. ബൈ.